നടപ്പിലാക്കേണ്ട എന്നാണ് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ തൊഴിലാളി സംഘടനയോട് യോഗം വിളിക്കുന്നത് ഈ സർക്കാർ നടപ്പിലാക്കാനാണോ? അല്ല, ഇതിന്റെ അകത്തുള്ളൊരു പ്രശ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നു ചില ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും ഫാക്ച്വൽ എറർ ഉണ്ടോ, ഇനി നുണ എന്നുള്ള വാക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കാനുള്ള ശ്രമം ഞാൻ നടത്തുകയാണ്. എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പല ചാനലുകളും. ഏറ്റവും പ്രധാനമായിട്ട് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ അരുൺകുമാറാണ്, റിപ്പോർട്ടർ ചാനൽ. അദ്ദേഹം എന്തെങ്കിലും ഇത്തരത്തിൽ ഫാക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഇദ്ദേഹം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ സംസാര ഭാഷയും ലേബർ കോഡിനെ സംബന്ധിച്ചിട്ട് ലേബർ പുതിയ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആധികാരികമായിട്ടുള്ള അഭിപ്രായമാണ് അല്ലെ. മുഖ്യമന്ത്രി വെറുതെ തമാശയ്ക്ക് എന്തെങ്കിലും സാഹസ പറഞ്ഞു പോകാൻ പറ്റില്ല. അതൊരു ആധികാരികമായിട്ടുള്ള വർത്തമാനമാണ്. ആ ആധികാരികമായിട്ടുള്ള ആ ഒരു ടോക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒപ്പം ഞാൻ വിശദീകരിക്കാം. നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ LDF സർക്കാർ അത് ഇപ്പോൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതിൽ ചില കാര്യങ്ങളെല്ലാം നിലവിലുള്ള തൊഴിലാളി വിരുദ്ധ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള നിയമങ്ങളാണ് അതിലുള്ളത് എന്നതിനാൽ ആ കോഡുകൾ അംഗീകരിക്കാനുള്ള അല്പം പ്രയാസമുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF പിണറായി വിജയൻ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പൊ നമ്മളൊരു അനിശ്ചിതത്വം ഉണ്ട് ഈ രംഗത്ത്. അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്ത സ്ഥിതി വരും. കിട്ടിയോ? നടപ്പിലാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, അത് നടപ്പിലാക്കില്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വഴി ഏതാണോ ആ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു മടിയും കൂടാതെ പറയുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാണെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള വലിയ പ്രശ്നം? ഇതിന്റെ ടോക്കൺ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമ സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അതാണ്. കണ്ടില്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ടോക്കിൽ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഏതിന്? ഇവിടെ ഒരു തൊഴിൽ നിയമം വേണം എന്നാണ് പറയുന്നത്. ശരിയാണ്. ഏത് സംസ്ഥാനമായാലും ഒരു തൊഴിൽ നിയമം എന്ന് പറയുന്നത് അത്യന്താക്ഷേപിതമായിട്ടുള്ള ഒരു വളരെ ആവശ്യമുള്ള സംഗതി തന്നെയാണ്. എന്തായാലും എന്താണ് പുതുതായിട്ട് വരുന്ന ഈ തൊഴിൽ നിയമത്തിന്റെ പ്രശ്നങ്ങൾ അത് നമുക്കൊന്ന് അറിയണ്ടേ? എന്തുകൊണ്ടായിരിക്കും LDF ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന ആ തൊഴിൽ നിയമത്തെ എതിർത്തത് എന്നുള്ളതാണ്. പോയിന്റായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് 29ഓളം തൊഴിലുകൾ ആ തൊഴിലുകളെ മുഴുവൻ സംയോജിപ്പിച്ചിട്ട് ആ നിയമങ്ങളെ മുഴുവൻ തൊഴിൽ നിയമങ്ങളെ സംയോജിച്ച് ഒരു 4 പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവരാനാണ് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേതന കോഡ്, എങ്ങനെയൊക്കെയാണ് ശമ്പളം നൽകേണ്ടത്, ഒന്ന് വ്യവസായ ബന്ധ കോഡ്, പിന്നെ സുരക്ഷാ കോഡ്, തൊഴിൽ സുരക്ഷാ ആരോഗ്യ കാർഡ് എന്നീ സംഗതികളാണ് കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ LDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശങ്കകളിൽ ഒന്ന് ഇതാണ്, ഹയർ ആൻഡ് ഫയർ എന്നുള്ള സംഗതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിച്ചുവിടൽ എളുപ്പമാകുമെന്നാണ്. പുതിയ ലേബർ കോഡ് അനുസരിച്ചിട്ട് 100, അതായത് മുൻപ് 100 വരെ തൊഴിലാളികളെ സ്ഥാപനങ്ങൾക്ക് ആളുകളെ പിരിച്ചുവിടാനോ സ്ഥാപനം പൂട്ടാനോ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമായിരുന്നു. പുതിയ വ്യവസായ കോഡ് അനുസരിച്ചിട്ട് ഇതിന്റെ പരിധി 300 തൊഴിലാളി വരെ ആയി ഉയർത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 299 വരെ തൊഴിലാളികൾ ഉണ്ട് എങ്കിൽ ആ സ്ഥാപനം വേണമെങ്കിൽ ഒരൊറ്റ ദിവസം കമ്പനിക്ക് അടച്ചു പൂട്ടുകയും നിങ്ങൾ നാളെ മുതൽ വരണ്ട എന്ന് ഈസി ആയിട്ട് പറയാൻ സാധിക്കുമെന്നർത്ഥം.
ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് നമ്മുടെ പുതിയ ഗവൺമെന്റ് എടുക്കുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കഴിഞ്ഞിട്ടില്ല. കേരളത്തിലൊരു പ്രത്യാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഭൂരിഭാഗം വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളും 300-ൽ താഴെ മാത്രമാണ് തൊഴിലാളികളുള്ളത്. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ തരം വ്യവസായ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 300-ൽ താഴെ വരെ മാത്രമാണ് ഇത്തരം കമ്പനികളിൽ തൊഴിലാളികളുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വളരെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നർത്ഥം. മറ്റത് മിനിമം 100 വേണമെന്നായിരുന്നു. അപ്പോൾ അത് ഉയർത്തിക്കഴിഞ്ഞാൽ 100 ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് 300-ലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തൊഴിലാളികളെ ഫയർ ചെയ്യാൻ സാധിക്കും, പുറത്താക്കാൻ സാധിക്കുമെന്നുള്ള ഒന്നാമത്തത്. രണ്ടാമത്തത് സമരങ്ങൾക്കും കൂട്ടായ വിലപേശലിനും നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം അനുസരിച്ചിട്ട് സമരം ചെയ്യാൻ പാടില്ല. കൂട്ടായിരുന്നിട്ട് സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് ശമ്പളം കൂട്ടണമെന്നും ഞങ്ങൾക്ക് ബത്ത കൂട്ടണമെന്നുള്ള അത്തരം പരിപാടികൾക്കൊന്നും സമരം ചെയ്യാൻ പാടില്ല. സമര നോട്ടീസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏത് സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് സമരം പ്രഖ്യാപിക്കുന്ന 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്നാണ് പറയുന്നത്. അനുരഞ്ജന ചർച്ച വേളകളിലെ വിലക്കുണ്ട്. തർക്ക പരിഹാര അനുരഞ്ജന ചർച്ച നടക്കുമ്പോഴും അത് കഴിഞ്ഞ് 7 ദിവസത്തേക്ക് സമരം ചെയ്യുന്നത് നിയമവിരുദ്ധമാവും. അതായത് ഒരു ചർച്ച വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ 7 ദിവസത്തേക്ക് സമരം പാടില്ല, ജോലി ചെയ്തോളണം. അപ്പോൾ ഓരോ 7 ദിവസം കഴിഞ്ഞിട്ടും ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ എന്ത് ചെയ്യും? ഇവിടെ തൊഴിൽ മേഖലയിൽ തൊഴിൽ നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ഒരാവശ്യവും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നർത്ഥം. പിന്നെ രണ്ടാമത് ഈ സ്ഥിരം തൊഴിലാളി എന്ന് പറയുന്ന പരിപാടി ഇല്ലാണ്ടാക്കാൻ പോകുന്നു. അതായത് സ്ഥിരം തൊഴിലാളി ഉണ്ടാവില്ല, ഫിക്സ്ഡ് ടേം ഉണ്ടാവില്ല. അതായത് കരാറ് പ്രകാരമായിരിക്കും തൊഴിലാളികളെ ഏറ്റെടുക്കുന്നതും മറ്റും. അതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ സുരക്ഷിതത്വം ഇല്ലായ്മ എന്നർത്ഥം. ഒരു ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുക എന്നീ പറയുന്ന പരിപാടികളൊക്കെ പുതിയ തൊഴിൽ നിയമപ്രകാരം ഇല്ലാതാകും. പിന്നെ ട്രേഡ് യൂണിയൻ പലപ്പോഴും ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ഈ മുതലാളിമാരെ അല്ലെങ്കിൽ കമ്പനി മുതലാളിമാരെ മറ്റും അറിയിക്കുന്നത് ഇത്തരം ട്രേഡ് യൂണിയൻസിനായിരിക്കും, തൊഴിലാളി സംഘടനകളായിരിക്കും. ഇത്തരം തൊഴിലാളി സംഘടനകൾക്ക് മേലുള്ള നിയന്ത്രണം വരാൻ പോകുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രവൃത്തി സമയവും വേതനവുമാണ്, ശമ്പളവുമാണ്. 12 മണിക്കൂറായിട്ടാണ് ഷിഫ്റ്റ്. ഇതുവരെ 8 ആയിരുന്നു. 8 മണിക്കൂർ നിന്ന് 12 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് പുതിയ നിയമപ്രകാരം പറയുന്നത്. ഒപ്പം തന്നെ ആഴ്ചയിൽ 48 മണിക്കൂർ എന്നുള്ളത് മാറ്റമില്ലാതെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ശമ്പളം കയ്യിൽ കിട്ടുന്നതാണെങ്കിലോ ടേക്ക് ഹോം സാലറി എന്ന അതേ വേതനത്തിൻ്റെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു 50% അടിസ്ഥാന ശമ്പളമായിരിക്കും എന്ന് പറയാം. ബാക്കിയുള്ളത് TA, DA, VA അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഉയരുമെങ്കിൽ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിനും വളരെയധികം കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഭയപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് ഈവൻ ഗ്രാറ്റുവിറ്റി, ഒപ്പം തന്നെ നമുക്ക് പിരിഞ്ഞു പോരുമ്പോൾ ഉണ്ടാവുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ, ഇതിനെല്ലാം ഒരു വലിയ പണിയായിട്ട് പുതിയ നിയമം മാറുമെന്നുള്ളതാണ്. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് VD സതീശ മേനോൻ നമ്മൾ ഗവൺമെന്റിനോട് ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ഇതിൽ വ്യക്തത വരുത്തിയാൽ മാത്രമാണ് ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിന് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി വർത്തമാനം കേൾക്കുമ്പോൾ ഇത് നടപ്പിലാക്കാതെ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു നിയമം വേണമല്ലോ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു തൊഴിലാളി വിരുദ്ധ ഒരു നിയമം കേരളത്തിൽ പതുക്കെ കൊണ്ടുവരാൻ പോകുന്നു എന്നർത്ഥം. എതിർക്കല്ല, പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അനാവശ്യമായിട്ടുള്ള തല്ലിന് ഞങ്ങളില്ലെന്ന്. ഏത്? ബൈ.